ഹായ് ഹലോ, എല്ലാവർക്കും സീതാസ് വ്ലോഗിലേക്ക് സ്വാഗതം. ഇപ്പം നമ്മൾ രാവിലെ എഴുന്നേറ്റ് നോക്കുമ്പോൾ തന്നെ നല്ല മഴയാണ്, കാറ്റും മഴയും. കാലാവസ്ഥ ഇന്നത്തെ ദിവസം ഭയങ്കരമായിരുന്നു. രാവിലെ തുടങ്ങിയ മഴയാണ്. ഇത്രയും ഒരു 10 മണിയായിട്ടും മഴ പോയതേയില്ല, കാറ്റും പോയതേയില്ല. അപ്പോൾ നമ്മളിന്ന് സ്കൂൾ അവധി ആയതുകൊണ്ട് എഴുന്നേൽക്കാനും കുറച്ച് വൈകി. കാരണം എപ്പോഴും രാവിലെ എഴുന്നേൽക്കുന്നതല്ലേ കുട്ടികൾക്ക് സ്കൂളിലൊക്കെ പോകാനുള്ളതുകൊണ്ട്. അപ്പോൾ വിചാരിച്ചു പിന്നെ ഇന്ന് ഗോതമ്പ് കൊണ്ടുള്ള അടയും കട്ടൻ ചായയും കുടിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അങ്ങനെ നേരെ നമ്മൾ അടുക്കളയിലേക്ക് പോയി. കുറച്ച് തേങ്ങ ചിരകി, വെല്ലം ഉണ്ടായിരുന്നു, വെല്ലം എടുത്തു. പിന്നെ ഗോതമ്പ് മാവെല്ലാം കുഴച്ച് വെച്ചു. ഇതങ്ങനെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന സാധനമായതുകൊണ്ട് നമുക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന സാധനമല്ലേ. പിന്നെ ഗോതമ്പ് പരത്തുക, അതിനകത്ത് കുറച്ച് തേങ്ങയും വെല്ലമൊക്കെ ഇടുക. പിന്നെ അതിന് വേറെ ഒന്നും നമ്മൾ ചേർക്കുന്നില്ല. ഇത് പിന്നെ എല്ലാവരും ഉണ്ടാക്കുന്ന സംഭവമാണ്. ഇതിന് വലിയ പണിയൊന്നുമില്ല. എല്ലാവരും പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കുന്ന സാധനമല്ലേ. പിന്നെ അപ്പോൾ നമ്മളിന്ന് വിചാരിച്ചു ഇതുണ്ടാക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ സാധാരണ നമ്മൾ പ്രസ്സിലാണ് പിന്നെ മാവൊക്കെ പരത്തി എടുക്കുന്നത്. ഇതിൽ നമ്മൾ അങ്ങനെ ഉണ്ടാക്കാത്തത് കൊണ്ടാണ് കേട്ടോ ഷേപ്പെല്ലാം അങ്ങനെ ആവുന്നത്. അപ്പോൾ നമ്മളിത് പരത്തിയെടുത്തു. പിന്നെ അതിലേക്ക് നമ്മൾ കുറച്ച് തേങ്ങ ഇടുക. തേങ്ങയിൽ നമ്മൾ ഒരു സൈഡായിട്ടാണ് തേങ്ങ ഇടുന്നത്, മൊത്തത്തിലായിട്ട് ഇടില്ല. നമ്മൾ ഒരു സൈഡായിട്ട് മാത്രമേ ഇടും. ഇനി അതിലേക്ക് കുറച്ച് വെല്ലം കൂടി ആ ഒരു സൈഡിൽ തന്നെ നമ്മൾ വെല്ലം ഇടും. ഇനി നേരെ മടക്കിയിട്ട് നമ്മൾ വെണ്ടയ്ക്കൽ എടുത്ത് വെക്കും. പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന സംഭവമല്ല, അതുകൊണ്ട് നല്ല ടേസ്റ്റും ഉണ്ടാവും ഇതിന്. ഇപ്പോൾ നോക്കിയാൽ എത്ര പെട്ടെന്ന് ഉണ്ടാക്കിയെടുത്തു, കൂടെ കട്ടൻ ചായയും. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായാൽ മാത്രം ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരേക്കും ബൈ ബൈ.